وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي. ഈ വരിയിൽ മിഅ്റാജിനെ കുറിച്ചാണ് മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത്. വബിത്ത അങ്ങായി തീർന്നു, തർഖ കയറുന്നവരായി തീർന്നു, ഇലാ അന്നിൽത മൻസിലത്തൻ ഒരു പ്രത്യേകമായ പദവിയിൽ ഒരു സ്ഥാനത്ത് എത്തുന്നത് വരെ. ഏതാണ് ആ സ്ഥാനം? മിൻ ഖാബി ഖൗസൈൻ. ഖാബ ഖൗസൈൻ എന്ന് പറയുന്ന ഖുർആൻ വിശേഷിപ്പിച്ച ആ ഖാബ ഖൗസൈൻ എന്ന് പറയുന്ന ആ പദവിയിലാണ്. ആ പദവിയുടെ പ്രത്യേകത എന്താണ്? ലം തുദറക് ഇതുവരെ ഒരാൾക്കും ആ ഭാഗ്യം ലഭിച്ചിട്ടില്ല. വലം തുറമി ഒരാളും അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. അമ്പിയാക്കളിൽ പലരും അള്ളാഹുവിനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സംഭവം സൂറത്തുൽ ബഖറയിൽ കാണാം. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? എന്റെ ഹൃദയത്തിനൊന്ന് ഒരു തുമാനീനത്ത്, ഒരു സമാധാനം കിട്ടാനാണ്, അല്ലാതെ എനിക്ക് ഈമാനും വിശ്വാസവും ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് പറഞ്ഞ റബ്ബിനോട് അത് കാണിച്ചു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവം സൂറത്തുൽ ആറാഫിൽ കാണാം. ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്. റബ്ബേ നിന്നെ ഒന്ന് എനിക്ക് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ടെ. ആ സമയത്ത് നിങ്ങൾ ആ കാണുന്ന പർവ്വതത്തിലേക്ക് നോക്കൂ, ആ പർവ്വതം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കൻ വഖറ മൂസ സ്വഇഖ എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. അഥവാ ആ പർവ്വതത്തിലേക്ക് റബ്ബിന്റെ തജല്ലി അങ്ങ് പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്ക് ആ പർവ്വതം തകർന്ന് തരിപ്പണമായി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ബോധം നഷ്ടപ്പെട്ട് ബോധരഹിതനായി അവിടെ വീണുപോയി. അപ്പൊ അങ്ങനെയൊക്കെ പല അമ്പിയാക്കളും ചോദിച്ചെങ്കിലും ഈ പറയുന്ന ഖാബ ഖൗസൈൻ എന്ന് പറയുന്ന പദവിയിലേക്ക് എത്താൻ, അത് കിട്ടാൻ ഒരാളും ചോദിച്ചിട്ട് പോലുമില്ല. കാരണം അത് അത്രയും മഹത്തായ സ്ഥാനമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വലിയ പർവ്വതത്തിന്, ഈ പാറക്കെട്ടിന് പോലും അല്ലാഹുവിന്റെ തജല്ലി, ആ നൂറിനെ താങ്ങാൻ കഴിഞ്ഞില്ല, ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അത് ഛിന്ന ഭിന്നമായി പോയി. എന്നിരിക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറയുന്ന ഖാബ ഖൗസൈൻ ഔ അദ്ന, അതിനേക്കാൾ അടുത്തു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ഒരു പോയിന്റിൽ നിൽക്കാൻ മുത്തുനബിക്ക് കഴിഞ്ഞു. അപ്പൊ ഈ പർവ്വതത്തിനേക്കാളും ശാരീരികമായ ശക്തിയും അതുപോലെ തന്നെ മാനസികമായ അതിനുള്ള ശേഷിയും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ട് എന്നതാണ്.